ഹലോ സുഹൃത്തുക്കളെ, സ്വിച്ച് ബോർഡ് അതുപോലെ മെറ്റൽ ബോക്സ് വെക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതുപോലെ ഇനി ആരും വെക്കാണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇവിടെ ഒരു ടൈല് വെച്ചൊരു വാളാണ് ചുമര്. ഇവിടെ ഫസ്റ്റ് മെറ്റൽ ബോക്സ് വെച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ അതേ കറക്റ്റിലാണ് വെച്ചത്. അതേ കൺസിലാക്കിയിട്ട് കറക്റ്റാക്കി വെച്ചു. പിന്നീട് ഇവിടെ ടൈല് വെച്ചപ്പോൾ ടൈല് ഏകദേശം ഒരു 1.25 ഇഞ്ചോളം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ മെറ്റൽ ബോക്സ് വളരെ ഉള്ളിലായി പോയിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് എടുക്കുമ്പോൾ ഇനി അതിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ കൂടെയുള്ള സ്ക്രൂ ഉണ്ടല്ലോ, അതിൽ നമുക്ക് മെറ്റൽ ബോക്സിൽ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല, സ്ക്രൂ ഇടാൻ കഴിയില്ല. കാരണം അത്രയും ഉള്ളിലാണ് നമ്മൾ മെറ്റൽ ബോക്സ് ഉള്ളത്. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും സ്ക്രൂ വാങ്ങിയിട്ട് വേണം ഇത് ചെയ്യാൻ അതുപോലെയുള്ള. അപ്പോൾ ഇത് ഇനി മെറ്റൽ ബോക്സ് വെക്കുന്നവർ, ഈ വീഡിയോ കാണുന്നവർ, ഈ ടൈല് ഉയരുന്ന ഭാഗമാണെങ്കിൽ കുറച്ച് ഈ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് മെറ്റൽ ബോക്സ് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് പിന്നീട് സ്വിച്ച് ബോർഡ് വെക്കുമ്പോൾ ഉഷാറായി ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുക, ഇതിൻ്റെ വലിയ സ്ക്രൂ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് അതേ സെയിം തന്നെ 2 ഇഞ്ച് 3 ഇഞ്ച് സ്ക്രൂ എല്ലാം ഉണ്ട്. സൈക്കിൾ സ്ക്രൂ പോലത്തെ സ്ക്രൂ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും. എന്നാലും നമുക്ക് ആൾറെഡി ഇപ്പോൾ പുതിയതായിട്ട് വെക്കുന്നവരാണെങ്കിൽ നമുക്ക് മെറ്റൽ ബോക്സ് ടൈൽ വെക്കുന്ന ഭാഗമാണെങ്കിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ടൈൽ ആ കറക്റ്റിൽ വരും. അല്ലെങ്കിൽ ഇത്രയും ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും സ്ക്രൂ ഒക്കെ ചെയ്യാൻ. ഇവിടെയൊക്കെ ടൈല് പൊട്ടാനും ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് ഇവിടെ. അതായത് ഈ ഒരു ഗ്യാപ്പിൽ സിമെൻറ്റ് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ടൈല് പൊട്ടാനും അങ്ങനത്തെ ഒരു കാണുമ്പോൾ ഒരു വൃത്തികേടായി തോന്നുന്നു. അപ്പം ഇനി ഇങ്ങനെയുള്ളൊരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വലിയ സ്ക്രൂ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കാൻ കഴിയും. വലിയ സ്ക്രൂ നമുക്ക് മേടിക്കാൻ കഴിയും, ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെയും വെക്കാം. ഇപ്പോൾ പുതിയതായി മെറ്റൽ ബോക്സ് വെക്കുന്നവരൊക്കെ ടൈൽ വെക്കുന്ന ഭാഗമാണെങ്കിൽ കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് വെക്കാൻ ശ്രമിക്കാം. എന്നാൽ പിന്നീട് നമുക്ക് ഈസി ആയിട്ട് വളരെ വൃത്തിയിൽ നമുക്ക് സ്വിച്ച് ബോർഡ് വെക്കാൻ കഴിയും. അപ്പോൾ ഞാൻ മറ്റൊരു ഭാഗത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ടൈല് വരുമെന്ന് ആൾറെഡി നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് വെച്ച ഒരു സ്ഥലമുണ്ട്. അത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഈ ഒരു സ്വിച്ച് ബോർഡിൽ ഇതാണ് മെറ്റൽ ബോക്സ്. ഇവിടുന്ന് ഏകദേശം 1 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളിലേ ഉള്ളൂ. കുറച്ച് നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അധികം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈലിൻ്റെ ഉള്ളിൽ ഈ മെറ്റൽ ബോക്സ് പുറത്തേക്ക് വരാൻ പാടില്ല. കുറച്ചുള്ളിലായാലും കുഴപ്പമില്ല. പക്ഷെ വളരെ ഉള്ളിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടൈല് വെക്കുന്ന ഭാഗത്ത് നമുക്ക് ആൾറെഡി അറിയുന്നതാണെങ്കിൽ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന സ്ക്രൂ നമുക്ക് കറക്റ്റ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെയും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ട് നമ്മളെ നല്ല അടിപൊളി ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒരുപാട് വീഡിയോകളും ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.